ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പുൽക്കോട്, പപ്പാനിക്കളി, ഉണ്ണിയേശു പിറക്കുന്ന ദിവസം മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. മറിയത്തിന്റെയും നടുവിൽ ഉണ്ണിയേശു പിറക്കുന്നു. കാലിത്തൊഴുത്ത്, കൂജരാജാക്കന്മാർ സമ്മാനങ്ങളുമായി വരുന്നു. പള്ളിയിൽ പോകുന്നു, കുർബാന കാണുന്നു, പാതിര കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കേക്കും വൈനും കഴിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പവും സ്റ്റൂവും പോർക്കിറച്ചിയും ബീഫ് ഫ്രൈയും അങ്ങനെ പാലും പഴവും ഇങ്ങനെ പല പല ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ക്രിസ്മസ് കാലത്ത് വരുന്നതാണ്. ക്രിസ്മസിന്റെ സമയത്ത് ഇത്തരം ഓർമ്മകൾ നമ്മളെ പുതിയൊരു ഉന്മേഷത്തിലേക്കും പുതിയൊരു ഊർജത്തിലേക്കും നയിക്കുന്നു. അന്നത്തെ ആ ഒരു ഉറക്കച്ചടവ്, എല്ലാവർക്കും അതിരാത്രി കുർബാനയ്ക്ക് പങ്കെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ക്ഷീണം, പിന്നെ അന്ന് അടിച്ചു പൊളിക്കാൻ ആ ദിവസത്തിലെ ഡെക്കറേഷൻ, പുൽക്കൂട് കെട്ടല്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം വരുന്ന ഒരു ക്ഷീണം എല്ലാം കൂടിയാണ് പിറ്റേ ദിവസം 25-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരുപാട് യാത്രകളും ഒരുപാട് കറക്കങ്ങളും, അതായത് പുറത്തേക്ക് പോകുന്നു, ആഘോഷിക്കുന്നു, വീട്ടുകാരെല്ലാവരും കൂടി ഒരു വീട്ടിൽ വരുന്നു, ചിലപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അങ്ങനത്തെ ഒരു അവസരങ്ങളാണ് ഈ ക്രിസ്തുമസ് സമയത്ത് എല്ലാ മനുഷ്യർക്കും, എല്ലാ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. ലോകമെമ്പാടും ആഘോഷിക്കുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നു. അതേസമയം തന്നെ ക്രിസ്മസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും റീൽസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന വേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് അറിയാം, സമൂഹത്തിൽ എപ്പോഴും സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്. അപ്പോൾ സമ്പന്നരുടെ ക്രിസ്മസും ദരിദ്രരുടെ ക്രിസ്മസും ഇതാണ് നമ്മുടെ ഒരു വിഷയമായിട്ട് എടുക്കുന്നത്. അപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊരു ഫേമസ് പുസ്തകം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് റിച്ച് ആളുകളുടെ ക്രിസ്മസും പുവർ പീപ്പിളിന്റെ ക്രിസ്മസും എങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നതെന്ന് അറിയേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വ്യത്യസ്ത രീതിയിലാണ് ഇവർ അഭിമുഖീകരിക്കുന്നത്, ഫേസ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒന്നാണെങ്കിലും ഫേസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ക്രിസ്മസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇത് ഇതാണ് ഗോസ്പൽ ട്രൂത്ത് എന്നുള്ള രീതിയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല. റിച്ച് ആയിട്ടുള്ള ആളുകൾ ക്രിസ്മസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോമ്പെടുക്കലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതായത് ഒരു കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോമ്പ് ഉണ്ടായിരിക്കും. അന്നൊരുപാട് അവർ ഒബേ ചെയ്യും. അവരെ ക്രിസ്ത്യൻ പ്രീസ്റ്റ് അച്ഛന്മാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ച് ഓരോ ക്രിസ്മസിനുള്ള തയ്യാറെടുപ്പോടെ ഒരു ഭക്തി, വിശ്വാസം, ത്യാഗം, എളിമ, കരുണ, ഇതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് വേള. ഞാൻ ഈ സംസാരിക്കുന്ന റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. എന്നിട്ട് 25-ാം തീയതിയാണ് ഒരു ആഘോഷമായിട്ടത് കൊണ്ടാടുന്നത്. അപ്പോൾ 25-ാം തീയതി നല്ല തലേ ദിവസം ഒരു ഞായറാഴ്ചയൊക്കെ, ഇപ്പോൾ ക്രിസ്മസ് വരുന്നത് ബുധനാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച തുടങ്ങും. ചിലവരുടെ ഞായറാഴ്ചയൊക്കെ ആയിരിക്കും ഡെക്കറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്, ക്രിസ്മസ് പുൽക്കൂട് കിട്ടാൻ തുടങ്ങുന്നത്, സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം 25-ാം തീയതിനുള്ള പീക്കാണ് ആഘോഷത്തിന്റെ. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് വൈനും കേക്കും എല്ലാം പൊട്ടിച്ചങ്ങോട്ട് ആഘോഷിക്കുകയാണ് ആ ദിവസം. വേണ്ടി വന്ന കുറച്ച് ഫിലിംസിനൊക്കെ, മൂവീസിലൊക്കെ തിയേറ്ററിലെ സീറ്റ്സ് ഒക്കെ വരെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഓരോ ഫിലിംസ് കാണുന്നു. ദൂരസ്ഥലങ്ങളിലെ ഹോട്ടൽസിലെ അല്ലെ റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ട്രെയിൻ ടിക്കറ്റൊക്കെ അല്ലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതെല്ലാം ബുക്ക് ചെയ്ത് ലോകസഞ്ചാരം അല്ലെങ്കിൽ ക്രിസ്മസ് എവിടെയാണ് കൂടുതൽ ആഘോഷിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളൊരു രീതിയിലേക്ക് ഇന്ന് ലോകം വളർന്നിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു ക്രിസ്മസ് രീതിയാണ്, ആഘോഷ രീതിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവരെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും പാവപ്പെട്ടവന് അല്ലെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ക്രിസ്മസ് ആഘോഷം.
ക്രിസ്തുമസ് ആഘോഷം ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തി ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു നോമ്പ് ഉണ്ടാകുവാൻ ഒരു സാധ്യത കുറവ് അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ സ്ട്രിക്ട്നെസ് കുറച്ച് കുറഞ്ഞു വരുന്നത് ഈ ദരിദ്രരുടെ ഇടയിൽ എന്നുള്ളൊരു ചോദ്യം വളരെ വലുതാണ്. കാരണം പൊതുവെ ദരിദ്രരാണ് കൂടുതലും സ്ട്രിക്ട്നെസ് കാണിക്കുന്നത് ഈ നോമ്പ് കാര്യങ്ങളിൽ. പക്ഷേ കുറച്ചുകൂടി ദാരിദ്ര്യം ഉള്ളവരുടെ ഇടയിൽ എന്താണ് ഒരു സ്ട്രിക്ട്നെസ് നോമ്പിന്റെ കാര്യത്തിലൊക്കെ ഒരു അയവൊക്കെ കാണുന്നു. എന്തുകൊണ്ടായിരിക്കും ഇതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാകാൻ കഴിഞ്ഞത് ഈ ക്രിസ്മസ് സമയത്താണ്, അല്ലെ നോമ്പിന്റെ സമയത്താണ് ഈ മാർക്കറ്റ് കമ്പോളം, അതായത് മാർക്കറ്റിലൊക്കെ ഇപ്പൊ മത്സ്യം, ഇറച്ചി, ചിക്കൻ ഇതിനൊക്കെ വില കുറയുന്ന ഒരു സമയം. അതാണ് ഒരു എന്താണ് ബിസിനസ് ട്രിക്കാണ്, ഈ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന ട്രിക്ക്. ഇപ്പോൾ വലിയ നോമ്പ് തിരുനാൾ വരുന്നുണ്ട്, ഇത് ചെറിയ നോമ്പാണ്. വലിയ നോമ്പിന്റെ ആ ഒരു സമയത്തും ചെറിയ നോമ്പിന്റെ സമയത്തൊക്കെ എന്താണ് ഈ ഒരു ചിക്കൻ, ഫിഷ്, മീറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വില കുറയുന്നുണ്ട്. അപ്പോൾ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് ഞെട്ടിപ്പോകുന്ന ഒരു വിലക്കുറവാണ്. ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് വേറെ ഇതല്ലാതെ വേറെ സമയം ഇതിന് വില കുറച്ച് കിട്ടുന്നില്ല. ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ വിലയൊക്കെ കുത്തനെ അങ്ങ് ഇടിച്ചു കയറുന്നു. അപ്പോൾ ഇവർ ഈ കിട്ടുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അങ്ങനെ വില കുറച്ച് കിട്ടുന്ന ഈ ചിക്കനും മീറ്റും കഴിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു. അങ്ങനെ അവരറിയാതെ അവരുടെ നോമ്പ് കട്ടായി പോകുന്നു. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, ഡിസംബർ ആഘോഷം തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവർ നോമ്പ് ആചരിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് വിലക്കയറ്റം. ഈ ചിക്കൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കിളിങ്ങിപ്പോകും. മീറ്റിന്റെ വില കിളിങ്ങിപ്പോകും. അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് 1 കിലോ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് വലിയ വിലയാണ്. അതിൻ്റെ നല്ല നല്ല പച്ചക്കറി കഴിച്ച് ഇവിടെ ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് കരുതും. അപ്പോൾ ഇവർക്ക് വീട്ടിൽ ഇതിലേക്ക് വില കുറച്ച് കിട്ടുന്ന ഒരു അവസരം ഈ നോമ്പിന്റെ അവസരമാണ്. അങ്ങനെ ഈ സമയത്ത് ഇതെല്ലാം മേടിച്ച് വീട്ടിൽ വയ്ക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് അവർ കടക്കുന്നു. ഇങ്ങനെയാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ ക്രിസ്മസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ നോമ്പ് ഒരു കട്ടായി പോകുന്നതിൻ്റെ ഒരു ദുഃഖം അവർക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഈ ദുഃഖം ക്രിസ്മസിന് ശേഷം അതങ്ങോട്ട് സോൾവ് ആയി കിട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന് ശേഷം സാധനങ്ങൾക്ക് വില കൂടുന്നു. അവർ അറിയാണ്ട് തന്നെ അവർ നോമ്പെടുത്ത് പോകുന്നു. പച്ചക്കറി മാത്രം കഴിക്കേണ്ടി വരുന്നു. വെജിറ്റബിൾസ്, ഇറച്ചി, മീൻ പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതൊരു മാർഗം. പിന്നെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പഴയതായിക്കുള്ളൂ. അത് ഏതോ ഒരു കൊല്ലം മേടിച്ച് വെച്ചിരുന്ന ഡെക്കറേഷൻ ഐറ്റംസ്, ക്രിസ്മസിന് ഏതോ ഒരു കൊല്ലം മേടിച്ച് വെച്ചിരുന്ന പുൽക്കോട്, ലൈറ്റ്സ്, സീരിയസ് സെറ്റ് ലൈറ്റ്, പിന്നെ മറ്റ് തോരണങ്ങൾ, തൂക്കിയിടുന്ന തോരണങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഏതൊന്നും ഇല്ല. അതാണ് ഒരു ക്രിസ്മസ്. അല്ലാതെ ഓരോ വർഷം ഇറങ്ങുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മേടിച്ച് തൂക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഈ ദരിദ്രരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകണം എന്നില്ല. പക്ഷേ ഇതെല്ലാത്തിനും കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നെത്തിച്ചേരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആരുടെ ജനനമാണ്? ക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തു ജനിച്ചത് എവിടെയാണെന്ന് നോക്കുമ്പോഴാണ് ഒരു കാലിത്തൊഴുത്തിലാണ് ക്രിസ്തു ജനിച്ചത്. അപ്പൊ ക്രിസ്തു ജനിച്ച ഈ കാലിത്തൊഴുത്ത് തികച്ചും ദാരിദ്ര്യത്തിന്റെ അടയാളമാണ്. ദരിദ്രരുടെ ഇടയിലാണ്, ഒന്നും ഇല്ലാത്ത കന്നുകാലി മേയ്ക്കുന്ന ആളുകളുടെ ഇടയിലാണ്. കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ കാലിയായിട്ട് കിടക്കുന്ന ഒരു തൊഴുത്ത് എന്നല്ല അർത്ഥം. കാലി എന്ന് പറഞ്ഞാൽ എന്താണ്, പശു, കന്നുകാലി മൃഗങ്ങള്. കാലി എന്ന് പറഞ്ഞാൽ പശുക്കിടാകള്, പശു, എരുമ, പോത്ത്, ഇതിനൊക്കെ കാലികൾ എന്നൊക്കെ, നാൽക്കാലികൾ എന്നൊക്കെ പറയുന്ന പോലെ കന്നുകാലികൾ. അല്ലാതെ കാലിയായിട്ട് കിടക്കുന്ന തൊഴുത്ത്. ഒരുപാട് റീൽസിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. തൊഴുത്ത് കാലിയായിരുന്നുകൊണ്ടാണ് അവർ ജനിച്ചത്. എനിക്ക് ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാലും യഥാർത്ഥത്തിൽ ഈ ഒരു ദാരിദ്ര്യത്തിൽ ജനിച്ച ക്രിസ്തുവിന് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള, ക്രിസ്മസ് ആഘോഷിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ ദരിദ്ര്യത്തിൽ ജയിക്കുന്നവരാണ്. അത് നോമ്പെടുത്ത് ദാരിദ്ര്യം കാണിക്കുന്നവരിനേക്കാൾ ഉപരി അതിനുശേഷവും അവർ നോമ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥ ക്രിസ്മസ് അവർക്കിടയിലാണ്. 25 ഡിസംബറിന് മാത്രമല്ല ക്രിസ്തു ജനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു അതിന് ശേഷവും ജനിക്കും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ. കാരണം അതിനുള്ള ഒരു നോമ്പെടുക്കൽ അവർ നടത്തിയിട്ടുണ്ടാവണം. നിർബന്ധിത നോമ്പും അതല്ലാതെ തന്നെ നമ്മളായിട്ട് വേണ്ട എന്ന് നോക്കുന്ന നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം ത്യജിക്കേണ്ട ഒരു അവസരം ആണ് ക്രിസ്മസ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ക്രിസ്മസിനെ അപ്രോച്ച് ചെയ്യാൻ. നമ്മൾ ത്യാഗം,
നമ്മളിൽ നിന്ന് ആ ഒരു ഈഗോ, ഇഷ്ടമുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടാണ് നമുക്ക് കുറേ ഭക്ഷണം ഇന്ന ഒരു സദ്യ നടത്തി അതിൻ്റെ അകത്ത് ഇന്ന സംഭവം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു സംതൃപ്തിയായനെ എന്നുള്ളത്. ആ ത്യാഗം നമ്മൾ ത്യജിക്കേണ്ട ഒരു പോർഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ ത്യജിച്ചിരിക്കണം. അപ്പോൾ ചില സുഖങ്ങളൊക്കെ ത്യജിക്കുമ്പോൾ വലിയ വലിയ സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കുന്നുള്ള ഒരു പാഠം നമുക്കറിയാം. അതുപോലെ ചെറിയ ചെറിയ സുഖങ്ങൾ ത്യജിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരും. അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകളും. ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമാണ്. കഴിഞ്ഞ ജനുവരി 2024 ഡിസംബറിൽ എടുത്ത തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതേസമയം 2025 ആ തീരുമാനം ഉറപ്പിച്ചതിന് ശേഷം വേറെ പുതിയ നല്ല തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. അങ്ങനെ പുതിയ തീരുമാനങ്ങൾ എടുത്ത് ചിലർ മദ്യപമില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ 2024 ജനുവരിയിൽ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്ത ആൾക്കാർ മദ്യ ഷാപ്പ് തന്നെ തുടങ്ങിയ ചരിത്രങ്ങളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ചെറിയ തീരുമാനം എടുത്താൽ നന്നായിരിക്കും എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു.